ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡോക്ടർ ശശി തരൂര് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയാണ്. നരേന്ദ്രമോദിയെ ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ഒരു കണ്ണിലെ കരടായി മാറിയ ആളാണ് തരൂർ. പക്ഷേ ഇപ്പം തരൂര് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് മറ്റെന്തെങ്കിലും നീക്കം നടത്തുമോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ UDF? അത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖം, തരൂരിനൊരു അഭിമുഖമുണ്ട്. കൂടാതെ ഇന്നലെ ഒരു ദേശീയ ചാനലിൽ CNN 18 ടൈംസ് നൗ ആണ്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിലും അവരെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളവരുടെ സർവേ നടത്തിയതിൽ സതീശൻ, തരൂര് രണ്ടുപേരെ കോൺഗ്രസ്സുകാരെ പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ പിണറായി വിജയനും ശൈലജ ടീച്ചറുമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പം ദേശീയ തലത്തിൽ തരൂരാണ് സതീശനല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളൊന്നൊരു തോന്നലുണ്ടാക്കുന്നതിൽ തരൂർ വിജയിച്ചെന്ന് തോന്നുന്നു. വരുവല്ലെന്നത് പിന്നെ കാണാം. എന്തായാലും അങ്ങ് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ചാനലിരുന്ന് തന്നെ ഈ തരൂര് തരം പോലെ അവസരവാദപരമായ ഓരോ രാഷ്ട്രീയവും കളിച്ചുകൊണ്ടിരുന്നപ്പം തരൂരിന് വേണ്ടി താലപ്പൊലി എടുക്കണ്ട എന്ന ദേശീയ രാഷ്ട്രീയ പക്ഷത്തോട് ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപേക്ഷിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. ഇവിടെ ഈ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, എന്തെല്ലാം ആ വ്യക്തിത്വത്തെക്കുറിച്ച് മഹത്തായ തരത്തിൽ പ്രശംസിച്ചാലും രാഷ്ട്രീയ അവസരവാദത്തിൻ്റെ ആൾ രൂപമാണ് ഡോക്ടർ ശശി തരൂർ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൽ ജവഹർലാൽ നെഹ്റുവിനെ സ്ത്രീലമ്പടനും അന്ധനുമായ ധൃതരാഷ്ട്രമായിട്ടാണ് അവതരിപ്പിച്ചത്. ഇന്ദിരയാണെങ്കിൽ, നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയാണെങ്കിൽ ആ പുസ്തകത്തിൽ കാണിച്ചിട്ടുള്ളത് 100 കൗരവപുത്രന്മാർ, ധൃതരാഷ്ട്രയുടെ 100 കൗരവപുത്രന്മാർക്ക് തുല്യയായ ഒരു പെൺകുട്ടി, പ്രിയ ദുര്യോധനി എന്ന ഇന്ദിരയ്ക്ക് പേര് കൊടുത്തത്. ഇത് വായിച്ചിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ? അത് ലോകം മുഴുവൻ പ്രശസ്തമായി പ്രചരിക്കപ്പെട്ടതും പ്രചരിച്ചുകൊണ്ടിന്നും ഇരിക്കുന്ന നല്ല ഒരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. അതെ, നല്ല നോവലാണ്. മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശൈലിയാണ് പറഞ്ഞ്. ധൃതരാഷ്ട്ര, അന്ധനായ ധൃതരാഷ്ട്രൻ സ്ത്രീലമ്പടനായ ധൃതരാഷ്ട്രനാണ്. അങ്ങനെ അവതരിപ്പിച്ചിട്ട് അതേ നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും കോൺഗ്രസിലേക്ക് ചേക്കേറിയ ശശി തരൂര് വന്നിരുന്നു കൊള്ളാം. എങ്കിലും അതിനെക്കുറിച്ച് ധാരണയുള്ള കോൺഗ്രസ്സുകാരായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഒരു പരിധിക്കപ്പുറം ആദ്യം എപ്പോഴും കണ്ടു. അർഹിക്കുന്ന ഒരു ക്യാബിനറ്റ് പദവിയൊന്നും കൊടുത്തില്ല. മന്ത്രിയാക്കിയ കാലത്തും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആക്കിയിട്ടുള്ളൂ. കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വടക്കേറ്റം തൊട്ട് തെക്കേറ്റം വരെ മുസ്ലിം മതമൗല്യവാദികളെ, മതമേലധ്യക്ഷന്മാരെ കണ്ടു, ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കണ്ടു. പെരുന്നയിൽ ചെന്ന് NSSൻ്റെ അധികാരികളെയും കണ്ടു. കാണാതെ വിട്ടത് ഒരു കൂട്ടരേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ചിന്തയായിട്ട് ബന്ധപ്പെട്ട സന്യാസികളെയോ SNDPക്കാരെ കണ്ടില്ല. എങ്കിലും ഇപ്പൊ ഗുരുദേവനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിക്കാതിരിക്കുകയാണ് ഗുരുദേവനെ മനസ്സിലാക്കുന്നവര് ചെയ്യേണ്ടതെന്നാണ് വായിച്ച പലരും പറഞ്ഞത്. ഞാനത് വായിച്ചിട്ടില്ല. എന്തായാലും പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്റർവ്യൂവിലെ ചില പ്രയോഗങ്ങൾ, അതായത് ഒന്ന്, ആ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ അമെൻമെന്റിനെ കുറിച്ച് ശശി തരൂർ ഒന്ന് വ്യക്തമാക്കുക. അതിലെവിടെയാണ് കൃത്യമായ ഏതെങ്കിലും തരത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്? വിദേശ പണം ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്ന സന്നദ്ധ സംഘടനകളാണെങ്കിലും ആ സംഭാവനകൾ സ്വീകരിക്കുന്നവരാണെങ്കിലും അവരുടെ മുകളിൽ നിയന്ത്രണം വെച്ചു.
ആ നിയന്ത്രണം വെക്കുന്ന നിയമം എല്ലാവർക്കും തുല്യമായി ബാധകമാണ്. അമൃതാനന്ദമയി മഠത്തിലാണെങ്കിലും ക്രിസ്ത്യൻ സഭയ്ക്കാണെങ്കിലും ആർക്കാണെങ്കിലും. അതിനെ ഒരു ക്രിസ്ത്യൻ വിഷയമായി ഉയർത്തി കാണിക്കാൻ വേണ്ടി ഡോക്ടർ ശശി തരൂരിനെ പോലൊരാള് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് എത്ര വലിയ അപഹാസ്യമായ കാര്യമാണ്. ഇനി വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. വയനാട് ദുരന്തത്തിന് പണം പിരിച്ചിട്ട് ആ പണം വേണ്ട കാര്യത്തിന്, എന്ത് കാര്യത്തിന് പറഞ്ഞ് പിരിച്ചോ അതിനുപയോഗിക്കാതെ തുക അടിച്ചു മാറ്റിയതായി വ്യാപകമായ ആരോപണം. ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ല. അതെ, ആ ഒരു വ്യാപക ആരോപണം കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, യൂത്ത് കോൺഗ്രസിന് ഉൾപ്പെടെ എതിരായിട്ട് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുക. അത് വയനാട്ടിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കും. അത് കോൺഗ്രസ് അതിനെക്കുറിച്ച് ചോദ്യം തരൂരിനോട് ചോദിച്ചു. അപ്പൊ തരൂരിന് മറുപടി എന്നറിയോ? ഞാൻ MP-യാ, ലോകസഭാംഗമായിട്ട് ഡൽഹിയിലിരിക്കുക, എന്നോട് ഇക്കാര്യം ചോദിക്കണ്ടാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടവന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്നും അടിച്ചുമാറ്റൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ആരോപണത്തിനെ പ്രതിരോധിക്കാതിരുന്ന തരൂർ നൽകിയ സന്ദേശം എന്താണ്? ആ ഒരു ആരോപണം തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഞാൻ MP-യാണ്, ഡൽഹിയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം തിരിച്ചൊരു ചോദ്യം ചോദിക്കാമല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ ഡൽഹിയിലെ MP അല്ലേ, അവിടെ ഇരുന്നാൽ പോലെ. കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മണ്ഡലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്ന പ്രചരണം നടത്തേണ്ട ആവശ്യമെന്ന് ചോദിക്കാമല്ലോ. പ്രചരണം നടത്തുകയാണെങ്കിൽ പ്രചരണത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയണം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ സംവിധായകരെ ഓർമ്മിപ്പിക്കാനുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന് നൽകിയ പല സംഭാവനകളിൽ ഒരു പ്രധാന സംഭാവനയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ജാതി സംവരണമൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം കൊടുക്കുന്നൊരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു. അത് പിന്നെ ആക്റ്റാവുകയും ചെയ്തു. പക്ഷേ ആ ബില്ല് അവതരിപ്പിച്ച വേളയിൽ സാങ്കേതിക കാരണം പറഞ്ഞ് ആ പാവപ്പെട്ട 10% സംവരണം കൊടുക്കുന്നതിനെ, അതിനുവേണ്ടിയുള്ള ബില്ലിനെ അവതരണ അനുമതി നിഷേധിക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തിയ 3 പേരിൽ ഒരാള് ഡോക്ടർ ശശി തരൂറായിരുന്നു. മറ്റൊന്ന് E.T. മുഹമ്മദ് ബഷീറാണ്. എന്ത് താല്പര്യമാണെന്ന് എനിക്കറിയത്തില്ല. E.T. മുഹമ്മദ് ബഷീറിനും അത് സ്വീകാര്യമല്ലായിരുന്നു. ആ 3 പേരിൽ ഒന്ന് ഡോക്ടർ ശശി തരൂരാണെന്ന് പറയുമ്പം അതൊരു പക്ഷേ E.T. മുഹമ്മദ് ബഷീർ ഉൾക്കൊള്ളുന്ന മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനുള്ള ആവേശമായിരുന്നിരിക്കാം. എന്തായാലും തരൂർ അവരെ തരൂരിന് വേണ്ടി, തരൂർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്തേക്കാമെന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരൊക്കെ ആലോചിക്കേണ്ട വിഷയമായത്. സംവരണക്കാര്യത്തിൽ എന്തിനാണ് തരൂർ അന്ന് സാമ്പത്തിക സംവരണ വിരുദ്ധമായ ഒരു നിലപാടെടുത്തതെന്ന് ഞാൻ അന്നേ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ തരൂർ അതിന് വിശദീകരണം തന്നിട്ടില്ല. ഓർത്തു നോക്കണം. ഇതൊക്കെയാണ് ഈ പറയുന്നവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ. ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. പിന്നെ ചോദിച്ചു, മറ്റൊരു ചോദ്യം, പ്രധാന ചോദ്യം ഇതാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന്. ആണെന്ന് സത്യം തുറന്നു പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്ക് 2 ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി. അതുകൊണ്ട് അത് വിടിച്ചതിരിച്ചും പറഞ്ഞല്ലോ, മുസ്ലിം വോട്ടും ഞങ്ങളുടെ ഞങ്ങളെ കൺഫേം വോട്ടും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന അടിയുറച്ച വോട്ടും മുസ്ലിം വോട്ടും കിട്ടിയാൽ മതി. ക്രിസ്ത്യാനിയുടെ വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് സതീശൻ സൂചിപ്പിച്ചത്.
തരൂരിനും അങ്ങനെ തന്നെ പറഞ്ഞാൽ പോരെ. വർഗീയതയുടെ പേരിൽ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും തമ്മിൽ തെല്ലിച്ച് വോട്ട് നേടുന്നതിന് ശ്രമിക്കുന്നത് ഏത് വിശ്വപൗരൻ്റെ പട്ടം സ്വയം അണിഞ്ഞവരാണെങ്കിലും അത് കാലം അവരെ കൊണ്ട് തിരുത്തുന്ന സന്ദർഭം ഒരുപക്ഷെ മറ്റന്നാൾ 9-ാം തീയതി തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടാവുക എന്ന് ചിന്തിച്ചാലും അതിശയിക്കേണ്ട കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.